ഹായ് ഹലോ. അപ്പോൾ അതാ മത്തിയുടെ മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ അത് വെച്ചിട്ടൊന്നൊരു സംഭവം ഉണ്ടാക്കാം കേട്ടോ. അത് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ എന്താ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഒരു 2 തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ച ശേഷം പിന്നെ അതിലേക്ക് മീനിൻ്റെ മുട്ട ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ഇട്ടിട്ട് മീനിൻ്റെ മുട്ടയ്ക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനി അതിലേക്ക് ആവശ്യമായിട്ട് മുളക് പൊടി വേണം കേട്ടോ. മുളക് പൊടി എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി വേണം കേട്ടോ. മല്ലിപ്പൊടിയും പിന്നെ ജീരകത്തിൻ്റെ പൊടി, കുരുമുളക്, പിന്നെ ഉപ്പും ഒക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ അതൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് എടുത്തിട്ട് പിന്നെ മത്തി പൊരിച്ച് കഴിഞ്ഞാൽ ആ എണ്ണയിൽ തന്നെ, വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനൊക്കെ കോരി മാറ്റിയ ശേഷം പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർത്തിട്ട് സിമ്മിലാക്കിയിട്ട് നന്നായി വഴറ്റി മൊരിയിച്ചെടുക്കുക. ഇതിൽ മുട്ട കാണില്ല, ഉള്ളി മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് നല്ല രുചിയാണ് കേട്ടോ. ഓരോ സ്പൂൺ ഉണ്ടെങ്കിൽ തന്നെ നല്ല രസമായിരിക്കും. ചോറ് ഇറങ്ങിപ്പോണ വഴി അറിയില്ല. അപ്പോൾ അതിങ്ങനെ നന്നായി വഴറ്റി മൊരിയിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ തീ കൂട്ടി വെക്കരുത് കേട്ടോ, കരിഞ്ഞു പോവും. അപ്പോൾ ചെറുതായ തീയിൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് കുറച്ച് അടച്ച് വയ്ക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുക. സംഭവം ഉഷാറാണ് കേട്ടോ. ചെയ്ത് നോക്കാത്തവർക്കൊന്ന് ചെയ്ത് നോക്കട്ടെ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.